എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള ആ ഒരു ഫാറ്റ് കുറയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഫുൾ ബോഡിക്കൊരു ബലം കിട്ടുന്നതിന് സ്ട്രെങ്ത് കിട്ടുന്നതിനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു 3 യോഗാസനാസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു 10 കൗണ്ട് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബോഡി അറിയുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ 3 തവണ ചെയ്യാൻ പറ്റുള്ളൂ 3 തവണ ചെയ്യുക, 5 തവണ ചെയ്യാൻ പറ്റും 5 തവണ ചെയ്യുക. അതല്ല 10 തവണ ചെയ്യാൻ പറ്റുമല്ല 10ൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. ഓക്കെ, ശരി. ഇതുപോലെ മലർന്ന് കിടക്കുക. കൈകൾ ഇരുവശങ്ങളിലേക്ക് അകറ്റി വയ്ക്കുക. നമ്മുടെ ഷോൾഡർ ടു പാം ഒറ്റ ലൈൻ ആയിരിക്കണേ. ഇനി 2 കാലുകളും മടക്കുക. കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുക, കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് 2 കാലിൻ്റെ മുട്ടുകളും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ വലത് കൈയുടെ വിരലിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ദെൻ ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് മുട്ടുകൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. നോട്ട് നേരെ ലെഫ്റ്റ് കൈയുടെ വിരലിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇപ്പോഴാണ് ഒന്നാമത്തെ റൗണ്ട് ഫിനിഷ് ആകുന്നത്. ദെൻ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ദെൻ വലതുവശത്തേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് വലതുവശത്തേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് മുട്ടുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. നോട്ടം നേരെ വലത് കൈയുടെ വിരലിലേക്ക്. ഓക്കെ, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് മുട്ടുകളും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ. നോട്ടം നേരെ ഇടത് കൈയുടെ വിരലിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാൽമുട്ടുകൾ ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് കാൽമുട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. 5ാമത്തെ തവണ ശ്വാസം എടുത്ത് നേരെ കൊണ്ടുവരുന്നു, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മുട്ടുകൾ കൊണ്ടുവരുന്നു. നോട്ടം നേരെ വലതുകൈയുടെ വിരലിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ദെൻ 8ാമത്തെ തവണ ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ നീട്ടിവയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഒന്ന് റെസ്റ്റ് ചെയ്യുക. കൈകൾ ഇരുവശങ്ങളിൽ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുക. അതല്ല, ഒരു സപ്പോർട്ട് വേണ്ടവർ 2ാമത്തെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും കൈപ്പത്തികൾ നമ്മുടെ ബട്ടക്സിന് താഴെ കൊണ്ടുവരിക. അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട് വയറിലെ മസിൽസിന് എങ്കിൽ കൈകൾ താഴെ വയ്ക്കുക. അല്ലെങ്കിൽ പാംസ് നമ്മുടെ കൈവെള്ള മുകളിലേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ലോവർ ബാക്ക് താഴെ മുട്ടിയിരിക്കണം. ഒരിക്കലും ഇങ്ങനെ ആർച്ച് പിടിക്കരുത്. ലോവർ ബാക്ക് താഴെ മുട്ടിയിരിക്കണം. ഓക്കെ, കാലുകൾ ചേർത്ത് വയ്ക്കുക. വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ഉയർത്തുക. ഈസി ആയിട്ടുള്ളൊരു എക്സർസൈസാണ്. ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ പത്തി കൂർപ്പിച്ച് താഴ്ത്തുക. ശ്വാസം എടുത്ത് ഇടത് കാല് ഉയർത്തുക, ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് താഴ്ത്തുക. ഓക്കെ, വീണ്ടും ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തുക, കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കണം കേട്ടോ. കാലിൻ്റെ പത്തി ഇതുപോലെ വിരലുകൾ ഫേസിലോട്ട് ഫേസ് ചെയ്തിരിക്കണം. ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് താഴോട്ട്. ദെൻ ലെഫ്റ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്
3 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 6 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 7 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 8 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 9 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 10 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ വയറ് കുറയുക മാത്രമല്ല ഹാംസ്ട്രിങ് മസിൽസ്, അതായത് നമ്മുടെ ഈ തുടയുടെ താഴെയുള്ള മസിൽസ് നല്ലപോലെ ലൂസാകുക കൂടെ ചെയ്യും. മീൻസ് നമ്മൾ ശ്വാസം എടുത്ത് എന്തുമാത്രം കാലുയർത്താവോ അത്രയും ഉയർത്താൻ ശ്രമിക്കുക. മുട്ട് വളയരുത്, മാക്സിമം ഉയർത്തുക. ഓക്കെ, എന്നിട്ട് വേണം കാൽപ്പത്തി കൂർപ്പിച്ച് താഴത്തേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, ശരി, പതിയെ ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി പതിയെ നമ്മുടെ മുട്ട് കുത്തി ഇതുപോലെ നിൽക്കുക. ഫോർ ഹാൻഡ് പൊസിഷൻ എന്ന് പറയും. ഇതുപോലെ നിൽക്കുക. എന്നിട്ട് കൈകൾ ഈ നമ്മുടെ ഷോൾഡർ തൊട്ട് റിസ്റ്റ് വരെ ഒറ്റ ലൈനാണ്. കൈകൾ ഇങ്ങനെ മുന്നോട്ടൊന്നും കയറ്റി വയ്ക്കരുത്. ഷോൾഡർ തൊട്ട് റിസ്റ്റ് വരെ ഒറ്റ ലൈനായിരിക്കണം. നമ്മുടെ ആ ഒരു ഷോൾഡർ ഡിസ്റ്റൻസ് കൈപ്പത്തിയുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ പുറകിലേക്ക് നിവർത്തുക. ശ്വാസം വിട്ട് നോട്ടം നേരെ വയറിലെ മസിൽസ് ചുരുക്കി കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക. ഓക്കെ, നോട്ടം നേരെ ഇരിക്കണം. സ്റ്റേ ചെയ്യുക. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 and 10. Inhale, drop your both knees. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ ഇരിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു പോസ്റ്റർ ദണ്ഡാസനം എന്ന് പറയും, ഹൈ പ്ലാങ്ക് പോസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഈ ദണ്ഡാസനം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വയറിലെ മസിൽസ് നല്ലപോലെ ചുരുക്കി പിടിക്കുക, നമ്മുടെ ബട്ടക്സ് മസിൽസ് നല്ലപോലെ കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഈ ഒരു പോസ്റ്റർ ഞാനിപ്പോൾ 10 കൗണ്ട് ആണ് ഇവിടെ സ്റ്റേ ചെയ്തത്. സാധാരണ ശ്വാസത്തിൽ നിന്നത്. ഒരു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ 3 കൗണ്ടേ പറ്റുള്ളെങ്കിൽ 3 കൗണ്ട് ചെയ്യുക. അതല്ല 20 കൗണ്ടോ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടോ അതനുസരിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.